ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പാതിരാമണൽ ദ്വീപിലാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലുള്ള ഒരു ചെറിയൊരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥവും. അർദ്ധരാത്രി മണൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പേരിലുള്ളതാണ് ഈ ഒരു ദ്വീപും. ഒരു ചെറു ദ്വീപെന്ന് പറഞ്ഞു. പണ്ടിവിടെ കുറേ അധികം കുടുംബങ്ങൾ വസിച്ചിരുന്ന ഒരു ദ്വീപാണ്. പിന്നീട് അവരെ ഒഴിപ്പിക്കുകയും ഇപ്പോൾ ഇത് വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ അടുത്ത ദിവസങ്ങൾ ഇവിടെ ഒരു പാതിരാമണൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റ് വന്നു കഴിയുമ്പോൾ സ്വായിട്ടും ഇപ്പോൾ തന്നെ ദിനം പ്രതി 1000, 2000 മുതൽ 10,000 വരെ ആൾക്കാർ ഒരു ദിവസം ഈ ദ്വീപിൽ വന്നു പോകുന്നുണ്ട്. അത് ഈ ഒരു ഫെസ്റ്റ് കഴിയുമ്പോൾ തീർച്ചയായും അതിൻ്റെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. ഞാൻ മൻസൂർ മുഹമ്മ. ത്രിപുരം ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടുന്ന് നേരെ പാതിരാമണൽ ദ്വീപിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം അതിവിശാലമായിട്ടുള്ള നല്ല അടിപൊളി ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. 30 പേരൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു ടീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ടിൽ സുഖമായിട്ടിരിക്കുക. നല്ല സോഫയും അതുപോലെ നല്ല ലക്ഷറി യാത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ് കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. ആളെ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പം ആ മുഖം കണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കയറുകയും ചെയ്യാം. അപ്പം നമ്മുടെ അങ്ങ് അകലെ ആ കാണുന്നതാണ് കേട്ടോ പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. അതായത് ഒരു അത്ഭുത ദ്വീപ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദ്വീപ് തന്നെയാണ്. പാതിരാത്രിയിലും തിളങ്ങുന്ന ദ്വീപെന്നാണ് ഈ ദ്വീപിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേറെ അത് 100 ഏക്കറോളം ഉള്ളതാണ്. മുമ്പ് കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ്. നമ്മുടെ നേരെ കാണുന്നതാണ്. അതാണ് നമ്മുടെ ആ പച്ച വിരിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ദ്വീപ്. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനവും. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എങ്ങനെ? കലാധരൻ. കലാധരൻ എന്നാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇവിടെ ചേട്ടൻ ഇവിടെ ഉണ്ടാവും സ്ഥിരം. ആളിവിടെ തന്നെ ഉണ്ടാവും. മുഖം ഒന്ന് നോക്കി വെച്ചു നിങ്ങൾ. വന്നു കഴിയുമ്പോൾ നേരെ ഇതിനകത്ത് കയറാം. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വന്ന് മിനിമം എത്ര പേര് വരാം? 10 തൊട്ട് എത്ര പേർക്കാണെങ്കിലും കയറും അല്ലേ? ഇതിനകത്താണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചാർജ് വരുന്നത്? എത്ര? ഒരാൾക്ക് 50 രൂപയേ വരുന്നുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കാ ലാഭമാണ്. 1 സൈഡ് 50 രൂപ. അതായത് നമുക്ക് ഡബിൾ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണെങ്കിൽ 100 രൂപ ഒരു വ്യക്തിക്കാവുന്നുള്ളൂ. ലക്ഷറി ആയിട്ട് വന്ന് പോകാൻ പറ്റുന്നതാണ്. കായപ്പുറം ജെട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ട് ഉണ്ടാവും. മാക്സിമം 5 മിനിറ്റിൻ്റെ ഒരു കേസേ ഉള്ളൂ കേട്ടോ. ഈ കായപ്പുറവും ഇതുമായിട്ട് ഈ ബോട്ട് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്തി കണ്ടോ, ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മളിവിടെ പാതിരാമണൽ ദ്വീപിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വന്നത് ഈ ബോട്ടിലാണ് കേട്ടോ. വന്ന ബോട്ട് അടുത്ത പാസഞ്ചേഴ്സിനെയും കയറ്റി അവർ നേരെ അടുത്ത ടൂറിസ്റ്റുകളെയും കയറ്റി അവരോട് നിന്ന് പോവുകയാണേ. പാതിരാമണൽ ക്രൂയിസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. വന്ന് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാസ്സുണ്ട്. പാസ് എത്ര രൂപയാണ് ഇവിടുത്തെ? 20 രൂപയാണ് നമുക്ക് പാസ് വരുന്നത് അല്ലേ? ഒരു അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ പെയിൻറ്റിങ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് ഈ കാണുന്ന പെയിൻറ്റിങ് ഒക്കെ. ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തപ്പം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു വെള്ളം കുടിക്കാനോ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും രക്ഷയില്ലാത്തൊരവസ്ഥ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ ഇവിടെ സംഭാരവും വെള്ളവും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഇതിൻ്റെ പേരാണ് ആത്മാവ്. ഇവരുടെ ഈ ഇതിൻ്റെ അകത്ത് വരുമ്പം കാണാൻ പറ്റുന്നൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അത്യാവശ്യം വെള്ളവും ഇതൊക്കെ കുടിക്കാനുള്ള അവരുടെ സംഭവമുണ്ട്. ആത്മാവ് കലക്കൻ കുലുക്കി. നിങ്ങൾ എത്ര പേരാണ്? ആണ്. നിങ്ങളുടെ ഒരു ഗ്യാങ്ങാണോ, ടീമാണോ? ഇതാണോ ശരിക്കും മുതലാളി? അങ്ങനെ നമ്മൾ ദ്വീപിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ പണ്ടത്തെ ഒരു അവസ്ഥയും ഇതൊന്നുമല്ല. സീന് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നല്ലേ ഇതിനകത്ത്? ഓക്കെ. ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ വേറെ ആൾക്കാരൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ വീഡിയോ ഒരു 2 പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ഉടുമ്പിനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവിടെ മുമ്പ് വന്നപ്പോഴൊക്കെ. ഭയങ്കരം വലിയ ഉടുമ്പ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ആർക്കും ഒരു ശല്യം ഇല്ലാതെ നല്ല സുഖമായിട്ട് കിടക്കില്ല. മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ പുലർച്ചയൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര നല്ല ഇത് കണ്ട കിളികളുടെ ശബ്ദമൊക്കെ ഇപ്പോഴും കേൾക്കാം. പല
കിളികളെയും നമുക്ക് അത് പല പക്ഷികളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം ആൾക്കാരെ കാണാത്ത ഉച്ച സമയമായിട്ട് കേട്ടോ. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല ജനമുണ്ട്. നമ്മൾ കായപ്പുറത്തുണ്ടായിരുന്ന സമയത്ത് 2-3 ബോട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ പോയി. ഇനി ഒരു ഉച്ച ഊണ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. വൈകുന്നേരം ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം 2000-3000, ചില സമയങ്ങളിൽ 10,000 ആൾക്കാർ, 10,000 പേര് വരെയൊക്കെ ഈ ദ്വീപിൽ ഒരു ദിവസം വന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് കണിച്ചുളങ്ങര യൂണിയൻ്റെ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട് കേട്ടോ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ചെറിയൊരു ഏറുമാടവും അടിപൊളി ഒരു പാർക്കും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പടിപടിയായിട്ടാണെങ്കിൽ വികസിപ്പിച്ചു കൊണ്ടുവരണം. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് വരച്ചാണ് കേട്ടോ. ഇത് ഹരി, അവർ 3 പേര് ചേർന്ന് വരച്ചതാ. കൊള്ളാം. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ പണ്ട് മുതലേ ആൾക്കാരും നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പക്ഷേ നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയൊരു പാർക്കാണ്. പക്ഷേ ഇത് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് സംരക്ഷിക്കാനുള്ള ഒരു അതിന് വേണ്ടുന്ന ആൾക്കാരെയും കൂടി സ്റ്റാഫുകളെയും കൂടി ഇവിടെ നിർത്തേണ്ടതുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞത് കണ്ടോ, ഒത്തിരി ഉപകരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ പൈസ കൊടുത്താൽ പോലും നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള പല സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ നല്ല കുട്ടികൾക്ക് നല്ല അടിച്ചു പൊളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർക്ക് തന്നെയാണ് ഇതിനകത്തുള്ളത്. AM ആരിഫ് MPയുടെ വികസന ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു പാർക്കാണ് കേട്ടോ. ചെറിയൊരു ഏറുമാടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറുമാടം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊള്ളാം, എന്നാലും ഭംഗിയുണ്ട് കാണാൻ. മാറിക്കഴിയുമ്പോൾ നല്ല കുരുട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ വള്ളിയും അതൊക്കെ ആയിട്ട് നല്ല വലിയ അതെ അല്ലാതെ ഇവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി കളിക്കുകയൊക്കെ ചെയ്യാം. ശരിക്കും ഒരു 100 ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒരു ദ്വീപായിരുന്നത്. പക്ഷേ ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്രയൊന്നും കാണണമെന്നില്ല. എന്തായാലും പറയുമ്പോൾ നമ്മൾ 100 ഏക്കർ, 65 ഏക്കർ, അങ്ങനെ പല രീതിയിൽ 100 ഏക്കർ എന്ന് തന്നെ നമുക്ക് പറയാം. പരന്ന് കിടക്കുന്ന ദ്വീപ്, ഒരു ചെറിയ ദ്വീപാണ്. വേമ്പനാട്ട് കായലിന് ഒത്ത നടുക്കായിട്ട് കിടക്കുന്നതാണ്. നമ്മൾ വന്ന് കയറി ഇങ്ങേ അറ്റത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടുന്ന് 2 സൈഡിലായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാവുന്ന സംവിധാനമുണ്ട്. നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടിയൊക്കെ നടന്നങ്ങ് നമുക്ക് ചെല്ലാവുന്ന സ്ഥലം വരെ നമുക്ക് ചെല്ലാം. ഇവിടെ വേറെ മറ്റ് പേടിക്കേണ്ട വിഷയങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കാരണം നമുക്ക് അതുപോലെ അങ്ങനെയുള്ള യാത്രകൾ, കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഭയങ്കര വള്ളിയായിരുന്നു മുമ്പ്. വള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ഭംഗിയാണ്, എന്നാൽ നമുക്ക് പേടിയൊക്കെ തോന്നുന്ന തരത്തിലുള്ളതായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റി നല്ല അടിപൊളി ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, മാത്രമല്ല എന്താ ഒരു സുഖം. നമ്മൾ ഇപ്പം പുറത്ത് നല്ല വെയിലും ചൂടുമുള്ള സമയത്ത് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം നല്ല തണുപ്പും സുഖവും, ഒരു എന്താ പറയണ, നല്ലൊരു രസമാണ്, നല്ലൊരു ഫീലാണ് നമുക്കിവിടെ വരുമ്പം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന് നിങ്ങൾ ഒരു ദിവസം ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാം കേട്ടോ. ഈ പാതിരാമണൽ ദ്വീപ് 28.505 ഹെക്ടറാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ജെട്ടിയിൽ നിന്നാണെങ്കിൽ 1.5 കിലോമീറ്റർ അകലെയും, എനിക്ക് തോന്നുന്നു കായപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്നാണെങ്കിൽ ഏതാനും മീറ്ററുകൾ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ പോലും കഷ്ടിച്ച് ഇതിൻ്റെ ദൂരം ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ഭയങ്കര ഒരു കൊടും കാട് പോലെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ ദൂരം അങ്ങോട്ട് നമുക്ക് എത്ര വേണേലും സഞ്ചരിക്കാം. ഇതിന് ചുറ്റും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ ഞാൻ പറഞ്ഞ പോലെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോയി ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്നവരും ചൂണ്ടയിടുന്നവരും മീൻ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ വന്ന്. കാരണം മറ്റുള്ളവർ ശല്യങ്ങളൊന്നും ഇല്ലാതെ മീനൊക്കെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള അതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇവിടെ വരുന്ന കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ കാട്ടുവള്ളികളാണ് ശരിക്കും ഉള്ളത്. പടുവൃക്ഷങ്ങളും അതിൽ നിന്നുള്ള വള്ളികൾ തന്നെ വലിയ കാട്ടുവള്ളികളായിട്ടാണ് കിടക്കുന്നത്. അതിലൊക്കെ നമ്മൾ പണ്ട് ടാർസനൊക്കെ ചാടി വരുന്ന പോലത്തെ വള്ളികളൊക്കെ നമുക്കത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൂപ്പർ കേട്ടോ.
നമ്മൾ 26-ാം തീയതി മുതൽ ഡിസംബർ 26 മുതൽ 30 വരെ പാതിരാമണൽ ഫെസ്റ്റ് നടത്തുകയാണ്. ലോക ഭൂപടത്തിൽ സ്ഥാനം നേടിയ മുഹമ്മയുടെ വരദാനമായിട്ടുള്ള പാതിരാമണൽ ഒരു അനുഗ്രഹീത ദ്വീപാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിനകത്തും പുറത്തു നിന്നും അനേകം സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. നൈസർഗികമായ ജൈവ വൈവിധ്യം നിലനിർത്തി അതിനെ സംരക്ഷിച്ചു പോരുകയാണ് ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ വർഷം നടത്തിയ ഫെസ്റ്റിനോടനുബന്ധിച്ച് അനേകം ടൂറിസ്റ്റുകളെ ഇവിടേക്ക് നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈവിധ്യങ്ങളായ ഒട്ടനവധി സസ്യങ്ങളും അതുപോലെ പക്ഷികളും എല്ലാം നിറഞ്ഞ് ഒരു അനുഗ്രഹീത സമ്പത്ത് തന്നെയാണ്. ഫെസ്റ്റിനോടനുബന്ധിച്ച് 26-ാം തീയതി രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെ ദ്വീപിലേക്ക് ബോട്ട് യാത്രാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിന് 50,000-ഓളം ആളുകളാണ് വന്നത്. ഇത്തവണ അത് 1 കോടിയിലെങ്കിലും സന്ദർശകരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സന്ദർശകർക്ക് ആവശ്യമായ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ സമാധാനത്തോടെയും ഒരു ശാന്തസുന്ദരമായ പ്രദേശം, വളരെയധികം ശാന്തത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വന്ന് കുറേയധികം സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാടിൻ്റെ നൈർമല്യത അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടേക്ക് എല്ലാ സഞ്ചാരികളെയും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഇവിടെ വരുന്ന എല്ലാവരെയും ഈ പ്രദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നതിനായിട്ട് ബസ്, അതായത് ആലപ്പുഴയിൽ നിന്ന് ഇവിടേക്ക് ബസ്, അതുപോലെ ചേർത്തല വൈക്കം പ്രദേശത്തു നിന്നെല്ലാം KSRTC ഡിപ്പോയെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളുണ്ടാകും. അതുപോലെ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടുകളെല്ലാം തന്നെ ഇവിടെ അടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് 2 ബോട്ടുകൾ ഗ്രാമപഞ്ചായത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ സാഹചര്യങ്ങളും ഇണക്കിക്കൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഈ വർഷത്തെ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഈ വേമ്പനാട്ട് നമ്മുടെ ആലപ്പുഴയിലൊക്കെ വരുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ദ്വീപ് സന്ദർശിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആലപ്പുഴ, കുമരകം, അതുപോലെ നമ്മുടെ വേമ്പനാട്ട് കായൽ, ഇവിടെയൊക്കെ വരുന്ന ആളുകൾ ഒരു പ്രാവശ്യം ഈ പാതിരാമണൽ ദ്വീപ് നിങ്ങൾ സന്ദർശിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. മുമ്പത്തേക്കാളും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മ.